ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പിൻ്റെ താഴ്ഭാഗത്തൂടെ വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ചുരിദാറിനും കുർത്തയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതായത് അതിൻ്റെ താഴ്ഭാഗത്തു കൂടെ ബോർഡറിൽ കൂടെ കൊടുക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ സാരിയുടെ ബോർഡറിൽ നമുക്കിത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ ബോർഡറിൽ കൂടെയാണ് ഞാൻ ഈ ഡിസൈൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈൻസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് കിട്ടാനായിട്ടാണ് ഞാൻ ഫ്രെയിമിൽ ഇങ്ങനെ തുന്നി വെച്ചിട്ടുള്ളത്. ഇതിന് മെയിനായിട്ട് ഇങ്ങനെയുള്ളൊരു കട്ട് ബീഡ്സാണ് കൊടുക്കുന്നത്, ഗോൾഡൻ കളർ. പിന്നെ ഇതുപോലത്തെ ചെറിയ ഗോൾഡൻ ബീഡ്സ്, പിന്നെ നമുക്ക് വൈറ്റ് ബീഡ്സ്, പേൾ ബീഡ്സും വേണം. പിന്നെ ഇത് തുന്നാനായിട്ട് സാധാ സൂചി നൂലും ചെറിയ സൂചിയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ ജോർജറ്റാണ്. ജോർജറ്റിൽ ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഡിസൈന് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വരച്ചിട്ടുള്ളതെന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലാസ്റ്റിൽ ആ ലൈനൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇതാണ് ആ ലാസ്റ്റത്തെ ലൈൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തൊരു ലൈന് നമ്മൾ വരച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് എത്രയാണോ ആ ഒരു ബോർഡറിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ നമ്മൾ 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ആദ്യത്തെ ലൈനിൽ അവിടുന്ന് ഇതേപോലെ ഒരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ പാർട്ടാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്തതിൻ്റെ ആ ഒരു സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് രണ്ടാമത്തെ ലൈനിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് അങ്ങോട്ടൊരു 2 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ എടുത്തതിൻ്റെ നടുക്കായിട്ട് രണ്ടാമത്തെ ലൈനിലെ പോയിൻറ്റ്സ് വരും, കണ്ടോ? അപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു കോൺ ഷേപ്പിൽ കിട്ടുന്നത്. ഇനി ഇങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതത് ബീഡ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കുകയാണ്. ഇനി നമുക്കിതിൽ ബീഡ്സ് ഓരോന്നായിട്ട് തുന്നി കൊടുക്കാം. ഇതിൽ ഞാനൊരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുണിയിലൊക്കെ മാർക്ക് ചെയ്യുന്നൊരു പെൻസിലാണ്, അത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാ സൂചി നൂലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ കട്ട് ബീഡ്സാണ് തുന്നി കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പോയിൻ്റ് എടുത്തിട്ട് ഇതേപോലത്തെ കട്ട് ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എത്രയാണോ അതിൻ്റെ ലെങ്ത് ഉള്ളത് അതിനനുസരിച്ചുള്ള ബീഡ്സ് കോർത്തിട്ട് തുന്നി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ലേ? ഇങ്ങനെ വെച്ചിട്ട്, അതായത് അതിൻ്റെ നേരെ മേലെയുള്ള പോയിന്റിലേക്കാണ് നമ്മൾ തുന്നി കൊടുത്തിട്ടുള്ളത്. നേരെ മേലെ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ വരുന്നതെന്ന് പറഞ്ഞല്ലോ, രണ്ടാമത്തെ ലൈനിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ തുന്നി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതുപോലത്തെ ഒരു ഗോൾഡൻ ബീഡ് അവിടെ നമുക്ക് തുന്നി കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് തുന്നി കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ തുന്നുമ്പോൾ ഈ ഒരു ലൈന് കണ്ട് ഇവിടെ ഇങ്ങനെ ഉറച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ നടുക്കൂടെ ഇതേപോലെ തന്നെ ഒന്ന് സൂചി എടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ അതവിടെ തുണിയിൽ ശരിക്കും നിൽക്കും. ഇനി ഇതേപോലെ അവിടുന്ന് അങ്ങോട്ടും ഒരു ലൈന് കൊടുക്കുക. പിന്നെ നേരെ മേലെ 2 ഭാഗത്തേക്കായിട്ടും കൊടുക്കുക.
ഇതിപ്പോൾ 4 സൈഡിലേക്ക് ഇതേപോലെ ഓരോ ലൈന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കുള്ള ആ ഒരു ഗോൾഡൻ ബീഡിൻ്റെ ചുറ്റിലുമായിട്ട് പേൾ ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്. അതായത് ആ 4 ലൈനിൻ്റെയും ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ 4 സ്പേസിൽ ഇതേപോലെ നമുക്ക് ഓരോ ബീഡ്സായിട്ട് തുന്നി കൊടുക്കാം. വൈറ്റ് കളർ തന്നെ വേണമെന്നില്ല, വേറെ നമ്മളെടുത്തിട്ടുള്ള തുണീനോട് മാച്ചായിട്ടുള്ള വേറെ കളേഴ്സ്. ഇപ്പോൾ ഞാനൊരു ലൈറ്റ് പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് കളറൊക്കെ എടുത്താലും ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഇതേപോലെ നമുക്ക് തൊട്ടപ്പുറത്തെ ലൈനിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ നടുക്ക് ഇതേപോലത്തെ ബീഡ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഇതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സൈഡിലേക്ക് കൊടുക്കുക ആദ്യം. പിന്നെ ഇപ്പോൾ ഇത് ഈ ഒരു പാർട്ട് ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. അതിന് നടുക്കൊക്കെ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ പിന്നെ നെക്കിൽ ഡിസൈൻ വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഷാളൊക്കെ ഇടുന്നവരാണെങ്കിൽ നെക്കിലെ ഡിസൈന് കാണില്ല, എത്ര വർക്ക് ഉണ്ടെങ്കിലും അത് കാണില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ താഴെ ബോർഡറിൽ അതേപോലെ ഈ ഡിസൈൻ നമുക്ക് സ്ലീവ്സിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ നമുക്കതൊരു ഹൈലൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഹിജാബൊക്കെ ഇടുന്നവരാണെങ്കിൽ നെക്കിലെ ഡിസൈനൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ താഴ്ഭാഗത്തൂടെ നമുക്ക് ഇതേപോലത്തെ ഡിസൈനൊക്കെ കൊടുത്താൽ നന്നായിട്ട് അതെടുത്ത് കാണിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക് യു.